പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെയും ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിയുടെയും ഇന്റർനാഷണൽ ന്യൂ ലൈഫ് മിനിസ്ട്രിയുടെയും ആഭിമുഖ്യത്തിൽ 2011 ഡിസംബർ 18 മുതൽ 25 വരെ നടക്കുന്നതായ 19ാമത് ചെറുവക്കൽ കൺവെൻഷൻ്റെ DVD പ്രഭാഷണങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. കഴിഞ്ഞ 18 വർഷക്കാലം ഈ ശുശ്രൂഷകളെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് അരുളിച്ചവനായ ദൈവത്തിൻ്റെ കരം ഈ ശുശ്രൂഷയുടെ കൂടെ ഉണ്ടായിരുന്നതിനാൽ ഈ പ്രവർത്തനങ്ങൾ, ഈ ശുശ്രൂഷകൾ, ഈ കൺവെൻഷനുകൾ ലോകമെമ്പാടുമുള്ളതായ ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. സഭാഭേദമന്യേ ഈ കൺവെൻഷനിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന ജനങ്ങളെ കൂടാതെ ഈ പ്രഭാഷണങ്ങൾ, ഇവിടെ നടക്കുന്നതായ ആരാധനകൾ VCD-യിൽ കൂടെ, DVD-യിൽ കൂടെ, TV-യിൽ കൂടെ, ഇൻ്റർനെറ്റിൽ കൂടെ, യൂട്യൂബിൽ കൂടെ ലോകമെമ്പാടുള്ളതായ മലയാളി സഹോദരി സഹോദരന്മാർ കാണുകയും കേൾക്കുകയും അനുഗ്രഹം പ്രാപിപ്പാനും ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഈ വർഷം നടക്കുന്നതായ കൺവെൻഷനിൽ സഭാഭേദമന്യേ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ ദൈവദാസന്മാരാണ് ഇവിടെ ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. ഈ ശുശ്രൂഷയുടെ പിന്നിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ളതായ എല്ലാ മലയാളി സ്നേഹിതരോടും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ചെറുവക്കൽ ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ളതായ ആരാധനയും ദൈവവചന ശുശ്രൂഷയും നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലും ചൈതന്യവും അനുഗ്രഹവും ആശ്വാസവും പകർന്നിട്ടുണ്ട്. പൂർണ്ണ ആത്മാവിൽ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ നടക്കുന്നതായ ആരാധനയിലേക്ക്, സ്വർഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്നതായ മാറ്റമില്ലാത്ത ജീവനും ചൈതന്യവും വിടുതലും നൽകുന്നതായ ദൈവ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് ഇപ്പോൾ കടന്നു പോകാം. പ്രിയമകൻ ഡോക്ടർ ബ്ലസൻ മുമ്പോട്ട് കടന്നു വന്ന് ചില നിമിഷങ്ങൾ തന്റെ സാക്ഷ്യവും തുടർന്നൊരു ഗാനം നമുക്ക് വേണ്ടി പാടും. ഇന്ന് പ്രത്യേക പാട്ടുകാരെ ആരും നമ്മൾ ക്ഷണിച്ചിട്ടില്ല, നമ്മുടെ പ്രിയമകനെ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. മകൻ ഇപ്പോൾ മുമ്പോട്ട് കടന്നു വരും, നമുക്ക് വേണ്ടി ഗാനം ആലപിക്കും. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നൊരു പറച്ചിലുണ്ട്. വെളിയിൽ നിന്ന് വരാന്നുണ്ടായിരിക്കും കൈയടി കുറവ്. എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തുവാൻ കരുണാസമ്പന്നനായ ദൈവത്തിന് കരുണ തോന്നിയതിനാൽ തിരുനാമത്തെ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനോടൊപ്പം ഈ കൺവെൻഷൻ ഇപ്രകാരം ഒരു വേദിയിൽ നിൽപ്പാൻ മുഖാന്തരമായി തീർന്നു പ്രിയാന്റെ ജോൺസൺ ഡാനിയോടുള്ള നന്ദി ഞാൻ ഭരണത്തിൽ അറിയിക്കുന്നു. ഈ വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, കുഞ്ഞുങ്ങൾ, ദൈവമക്കൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ്. ഞാനൊരു സത്യം പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയോ പശ്ചാത്തലമോ ട്രെയിനിങ്ങോ ഒന്നുമില്ല. ഞാൻ നിൽക്കുന്ന ദൈവകൃപയാലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മാനുഷികമായ ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അവിടുന്ന് എനിക്ക് തന്ന ചില വരികൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കും. 3.5 വർഷത്തിന് മുമ്പ് ദൈവം എനിക്ക് തന്ന ഒരു ദർശനമാണ്, ഒരു കാഴ്ചപ്പാടാണ് ഫോർ ദ ലോസ്റ്റ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവർക്കായെന്നുള്ളത്. സുവിശേഷം അറിയാത്ത, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാതെ പോകുന്ന സമപ്രായക്കാരായ യൗവനക്കാരോട്, കുഞ്ഞുങ്ങളോട് എങ്ങനെ ദൈവവചനം പറഞ്ഞ് അവരോട് കൊടുക്കാമെന്നുള്ളൊരു ചിന്തയായിരുന്നു ആ ഭാരത്തിന് പിന്നിൽ. അതിന് ദൈവം എനിക്ക് അവിടുത്തെ കൃപയാൽ കുറച്ച് ഈണങ്ങൾ തന്നു. നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം മധുരത്തിൽ പൊതിഞ്ഞു കൊടുക്കുന്നത് പോലെ ദൈവവചനത്തെ ആ വരികളിൽ നിറച്ചു കൊടുക്കുവാനായിട്ട് ദൈവം കൃപ തന്നു. അത് മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം.
അതിലൊരു മെയിനായിട്ട് ദൈവം എനിക്ക് തന്നൊരു ദർശനമാണ് നിത്യതയാണ് വലുത് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോ അനുഭവങ്ങളും നമ്മളെ നിത്യതയോട് അടുപ്പിക്കുന്ന അനുഭവങ്ങളാണ്. എൻ്റെ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്, എൻ്റെ മാതാവ് ഇവിടെയുണ്ട്. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം പാഴ്സൻറ്റേജിലാണ്. ഹല്ലേലൂയ. എൻ്റെ മാതാപിതാക്കള് ഞങ്ങൾക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്തത് ഭൗതികമായിട്ടായിരുന്നില്ല, സ്വർഗത്തിലായിരുന്നു ഡെപ്പോസിറ്റ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടായില്ല. പ്രിയ മാതാപിതാക്കളെ, ഇവിടെ ഇരിക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഇൻഷുറൻസ്, ഏറ്റവും നല്ല ഡെപ്പോസിറ്റ് നിങ്ങളുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയാണ്. ദൈവനാമമഹത്വത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ എണ്ണപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യവുമായിട്ട് ഇന്ന് രാത്രിയിൽ ഈ പന്തലിനുള്ളിൽ കടന്നു വരുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തെ നിത്യതയ്ക്ക് ആവശ്യമുണ്ട്, നിങ്ങളുടെ ജീവിതത്തെ സ്വർഗത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത വഴിയിൽ കൂടെ നിങ്ങൾ നടക്കുന്നത്. ആരും കയറിയിട്ടില്ലാത്ത കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതയെ പോലെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് തമ്പുരാനെ നിങ്ങളെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും, അപ്പാ എൻ്റെ തോൽവികൾക്ക് നന്ദി, എല്ലാ കണ്ണുനീരിന് നന്ദി കർത്താവേ. അതുകൊണ്ടാണല്ലോ അപ്പാ ഇന്ന് രാത്രി ഈ പന്തലിൽ ഞാൻ ഇരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലായിരുന്നു കാര്യങ്ങൾ നടന്നതെങ്കിൽ ഇന്ന് പന്തലിൽ നിങ്ങൾ ഉണ്ടാവുകയില്ല, ഈ സ്നേഹം അനുഭവിക്കാൻ നിങ്ങൾ ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. നിങ്ങളെ ഈ സ്നേഹത്തിലേക്ക് അടുപ്പിച്ചത്, നിങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് അടുപ്പിച്ചത് ആ ശൂലമല്ലേ, ആ കൃപയല്ലേ, ആ അനുഭവങ്ങളല്ലേ. അതുകൊണ്ട് ഇന്ന് എന്നോട് ചേർന്ന് പറഞ്ഞാട്ട്, അപ്പാ എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പാഠപുസ്തകത്തിലെ 1-ാമത്തെ ഗാനം ചേർന്ന് പാടുമ്പോൾ ആ വരികൾ നിങ്ങളിൽ പലർക്കും അറിയാം. എന്നോട് ചേർന്ന് നിങ്ങൾക്കും പറയാം, അപ്പാ എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിലും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി താഴ്വരയിൽ മുള്ളുകൾ പനിനീർ പോകുമോ, ശോധനയിൽ ചൂളയിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും സാന്നിധ്യം മതി. സാന്നിധ്യം മതി. നിങ്ങൾ അനുഭവമാണെങ്കിൽ എന്നോട് ചേർന്ന് പറയാണ്ട്, നാഥാ എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം
നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാദാനന്ദി. നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർ പൂവോ, ശോധനയിൽ ചൂളയിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും ഓ മരണത്തിലും ജീവനിലും സാന്നിധ്യം പറഞ്ഞാട്ടപ്പാ സാന്നിധ്യം മതി. സാന്നിധ്യം മതി. സാന്നിധ്യം മതി. സാന്നിധ്യം മതി. ദൈവസാന്നിധ്യത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ നിറയപ്പെടട്ടെ. സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. വചനം ഇങ്ങനെ പറയും, എന്റെ കൃപ നിനക്ക് മതി. വെടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം നിത്യമായ തേജസ്സിന് കാരണമായി തീരുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങളുടെ അനുഭവമാണെങ്കിൽ എന്നോട് ചേർന്ന് അപ്പനോട് പറഞ്ഞാട്ടപ്പാ, സാന്നിധ്യം മതി. സാന്നിധ്യം മതി. കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. 2 3 പേർ എന്ന നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യത്തിൽ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികൾ നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ സുവിശേഷ മഹായോഗത്തിന്റെ 6ാം രാത്രിയിൽ നാം കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് അവരോട് ചേർന്ന് ഇരുന്നുകൊണ്ട് കരങ്ങൾ അടിച്ച പാടാം. അറിയാവുന്നവർക്ക് വളരെ പുതിയ പാട്ടല്ല, എന്നാൽ അല്പം പുതുതുമാണ്. ബഹറിൽ പാർക്കുന്നതായ കർത്താവിന്റെ ദാസി സിസ്റ്റർ ലിസിക്കുട്ടി രാജീവ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയുണ്ട്. ആ കർത്താവിന്റെ ദാസി അനേക 150ഓളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അമേരിക്കയിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുവാനും മിക്കവാറും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. ആ കർത്താവിന്റെ ദാസി എഴുതിയൊരു ഗാനമുണ്ട്, അമേരിക്കയിലൊക്കെ പാടി ആരാധിക്കുന്ന ഒരു പാട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം അവിടെ നിന്ന് ഞാൻ പഠിപ്പിച്ചായിരുന്നു. ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി. ആ നിങ്ങളുടെ സഭകളിലൊക്കെ പാടി ആരാധിക്കാനും കൊള്ളുന്ന ഒരു പാട്ടാണ്. 125ാമത്തെ പാട്ട് പ്രിയപ്പെട്ടൊരു പാടും. ആ സമയത്ത് അവരോട് ചേർന്ന് കരങ്ങളടിച്ച് നമുക്ക് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അവരോടെ ഞാൻ കാത്തിരുന്നപ്പോ
അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരങ്ങൾ പകർന്നപ്പോൾ നമ്മുടെ ശരീരം പന്ത് പോലെയായി തീർന്നു. ഈ ദിവസങ്ങളിൽ ഈ കൂടാരത്തിൽ ഈ ഗ്രൗണ്ടിൽ കയറുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ പന്ത് പോലെ തുള്ളി ആരാധിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ ദിവസങ്ങളിൽ
കൊണ്ട് അനുഭവിക്കുന്ന കാര്യങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. നമ്മൾ ആരാധിച്ച് ക്ഷീണിക്കുകയല്ല, ആരാധിച്ച് ബലപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആരാധിച്ചുകൊണ്ട് ക്ഷീണിച്ച എത്ര പേരുണ്ട്? ആരുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരാധിച്ച് ബലപ്പെട്ട എത്ര പേരുണ്ട്? ആ ബലപ്പെട്ടവർ മാത്രം കരങ്ങൾ എടുത്ത് ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ട്. മേൽക്കുമേൽ ശക്തി, മേൽക്കുമേൽ കൃപ, മേൽക്കുമേൽ അഭിഷേകം, മേൽക്കുമേൽ ബലം പ്രാപിച്ച ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. നമ്മൾ ഒരുമിച്ച് പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. അറിയാവുന്ന പാട്ടുകൾ ഒരുമിച്ച് പാടുമ്പോൾ എല്ലാവരും കരങ്ങളെ തട്ടി ഉത്സാഹത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. വലിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയുടെ മധ്യത്തിൽ അനുഭവിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീരങ്ങളെ വിട്ടുകൊടുക്കാം, നമ്മുടെ മനസ്സ് തുറക്കാം, കണ്ണുകളെ അടച്ച് ധ്യാനിച്ചുകൊണ്ട് കരങ്ങളെ അടിച്ച് പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഒരുമിച്ച് ആരാധിക്കാം.
ദാസനായ ശലോമോന് കൊടുത്തതായ ജ്ഞാനപ്രകാരം മനോഹരമായ ദേവാലയം താൻ പണിതീർത്തു. അതിന്റെ ഡെഡിക്കേഷൻ ഉദ്ഘാടന ദിവസം 120 പുരോഹിതന്മാർ അവർ ഒന്നിച്ച് ദൈവത്തിൽ നിന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് അവിടെ കൂറിന്റെ ക്രമം നോക്കാതെ, സ്തോത്രം, ഹല്ലേലൂയ, 120 പുരോഹിതന്മാർ കൂറിന്റെ ക്രമം നോക്കാതെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്നു. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് ലീഡ് ചെയ്യുന്ന ആളിന്റെ മാത്രമല്ല പ്രോഗ്രാം, എല്ലാവരും 120 പേർ ചേർന്ന, പ്രസംഗിക്കുന്ന ആളിന്റെ അല്ല പ്രോഗ്രാം, ഇന്ന് 120 പേർ ചേർന്ന, പാട്ടിൽ ലീഡ് ചെയ്യുന്നവർ മാത്രം പ്രോഗ്രാം അല്ല, ഇന്ന് ഒരുമിച്ച് 120 പേർ ഒരുമിച്ച് നിൽക്കുക. അങ്ങനെ ഒരുമിച്ച് നിന്ന് അവരെല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ, ഏക സ്വരത്തിൽ, ഏക ആത്മാവിൽ ഒരുമിച്ച് പാടിയ ഒരു പാട്ടുണ്ട്. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി പാടാമോ ഒരുമിച്ച്? നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ പറഞ്ഞാട്ടെ. 1 2 3. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് മഹത്വം കൊടുത്തു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ഷെക്കേന ഗ്ലോറി, ദൈവത്തിന്റെ തേജസ് ആലയത്തെ മൂടി. ഇന്ന് രാത്രികാലം നമ്മുടെ ഗ്രൗണ്ടിൽ ഷെക്കേന ഗ്ലോറി അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആരും ശുശ്രൂഷിക്കുന്നുള്ളതല്ല, ആര് മൈക്രോഫോൺ ഹോൾഡ് ചെയ്യുന്നുള്ള വിഷയം, ആര് പാടുന്നുള്ള വിഷയം, ആര് ക്യാമറ പ്ലേ എന്നുള്ള വിഷയം, ആര് ഇൻസ്ട്രുമെന്റ് പ്ലേ എന്നുള്ള വിഷയം. നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ഷെക്കേന ഗ്ലോറി നമ്മുടെ മധ്യത്തിൽ നിർവഹിച്ചിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മനിറവിൽ നമ്മുടെ ഒരു പാട്ട് ആദ്യമേ പാടി പന്ത് പോലെ പൊങ്ങി തുടങ്ങി. നമ്മുടെ കുഞ്ഞുങ്ങളെ ഫ്രണ്ട് നോക്കാറുണ്ട്. കുഞ്ഞുങ്ങൾ മിക്കവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് പന്ത് പോലെ പൊങ്ങി ദൈവത്തെ ആരാധിക്കും. ഞാൻ ചിന്തിക്കുന്നത്, നമ്മുടെ ഈ ഭൂമിയോട്ടുള്ള ഗുരുത്വാകർഷണമല്ല, നമുക്ക് മേളിൽ ഉയർത്തുന്നുള്ള ആത്മാവായതുകൊണ്ട് മേലോട്ട് പോകാനുള്ള ചെമ്പില്ല. ഇത് എത്ര മണ്ണുമായിട്ടുള്ള പിടുത്തത്തിൽ കിടക്കുമല്ലേ പെണ്ണുങ്ങളെ പൊങ്ങുന്ന മേലോട്ട്. സൂചി ഉണ്ടാക്കുന്ന ഫാക്ടറി പോയപ്പോൾ സൂചി ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ എത്ര ആറ്റം ബോട്ടുണ്ടോ കൈപൊക്കിയത്? ആര് വിദ്യ ഉണ്ടാക്കുന്ന ആളുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. സൂചി ഇങ്ങനെ മെഷീൻ അടിച്ചോണ്ടിരിക്കുക, സൂചി ഇങ്ങനെ കട്ട് 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 അടിച്ചോണ്ടിരിക്കുക. അടിക്കുന്ന സമയത്ത് സൂചി ഇങ്ങനെ മെഷീനകത്തുനിന്ന് ഈ പാക്കറ്റിലോട്ട് വീഴും. ആ സമയത്ത് 1 2 സൂചിയൊക്കെ താഴെ പോയാൽ ഇനി അതെല്ലാം നുള്ളി പറക്കാൻ നിൽക്കുന്നില്ല, അതെല്ലാം വീഴോട്ടൊന്നും ആയിരിക്കും. പാക്ക് ചെയ്തെല്ലാം സന്ധ്യക്ക് പോകുന്ന സമയത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരാൾ വരും. ആ ആള് വരുന്നത് നമ്മളെ ആളുകളോട് തൂക്കാൻ ചൂലുമായിട്ടല്ല വരുന്നത്, ഒരു വലിയ കാന്തമായിട്ടാണ് വരുന്നത്. വലിയ പവറുള്ള ഒരു കാന്തമായിട്ട് ഇങ്ങനെ വരും. വന്ന ശേഷം ഇങ്ങനെ കാന്തമായിട്ട് ഇങ്ങനെ പോകും. അപ്പൊ ആ സമയത്ത് അവിടെ കിടക്കുന്ന വലിയ സൂചിയും കൊച്ചു സൂചിയും സൂചിയുടെ മൊനയും സൂചിയുടെ കൊടയും സൂചിയുമായിട്ട് ബന്ധപ്പെട്ട സകലതും ചാടിപ്പിടിക്കും. അതേ സമയത്ത് സൂചി ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോയ സ്ത്രീകളുടെ തലേന്ന് വീണതായ പൂവ്, മറ്റൊരു പഠിച്ചതായ ബീഡിക്കുറ്റി, സിഗരറ്റിന്റെ കുറ്റി, കാജാ ബീജിയുടെ കുറ്റി, തീപ്പെട്ടിക്കൊള്ളി, തലേ ചൂടിയ പൂവ്, ഇതെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അതൊന്നും പിടിക്കത്തില്ല. അതെന്താ അറിയാം? അവരിൽ വ്യാപരിക്കുന്ന ശക്തിയല്ല, കാന്തത്തിൽ വ്യാപരിക്കുന്നത്. ഓ ഹല്ലേലൂയ, എന്നോടൊക്കെ മനസ്സിലായി. കാന്തത്തിൽ വ്യാപരിക്കുന്ന ശക്തിയും സൂചിയിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുമായിട്ട് ബന്ധമുണ്ട്. അതിനെ മാത്രമേ പിടിക്കാനൊക്കത്തുള്ളൂ. എന്താ ആരെങ്കിലും മേലോട്ട് തുള്ളുകയും ചാടുകയും ചെയ്തെങ്കിൽ അതൊന്നും പറയണ്ട, കാന്തം കൊണ്ടുപോയാൽ മതി. കാന്തം, വലിയൊരു കാന്തം മുകളിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ഈ പർവ്വ മനസ്സിലാവത്തുള്ളൂ. അനുഭവിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ നോക്കിയാൽ എനിക്കറിയാം സൂചിയുമായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെ ഉണ്ടെന്ന്. ഇരുകരങ്ങളെ സ്വർഗ്ഗത്തിൽ കുറിച്ച് പിടിച്ചാട്ടി. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിൽ അവൻ എനിക്ക് ഉറ്റ സഖിയാണ്. അവൻ രോഗസൗഖ്യം നൽകുന്നവനാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചവർ മാത്രം കരങ്ങൾ ഉയർത്തി പിടിച്ച് ദൈവത്തിന് നന്ദി കരയിക്കും. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ. ഓ ഹല്ലേലൂയ. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്
എന്നെ സഹായിക്കുന്ന ഒരു ദൈവം എനിക്ക് സ്വർഗത്തിലുണ്ട്. എന്നെ കൈവിടാത്ത ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഞാൻ രോഗിയായിരിക്കുമ്പോൾ എന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. കുഞ്ഞുങ്ങൾ, യുവതികൾ, യുവാക്കന്മാർ എല്ലാവരും കരങ്ങൾ ക്ഷീണിച്ചു പോകരുത്. കരങ്ങൾ രണ്ടും ഉയർന്നിരിക്കട്ടെ. ഓ, ചിക്കൻ കുനിയ വന്നവര് കൈമുക്കുന്നവരല്ല, നല്ല ബലം പ്രാപിച്ച, ശക്തി പ്രാപിച്ച, ആരോഗ്യമുള്ള, ജീവൻ ജോൺ കഴിച്ച, അതുപോലുള്ള പരിശുദ്ധന്മാരെ ശക്തി പ്രാപിച്ച പ്രിയപ്പെട്ട കരങ്ങളെ രണ്ടും ഉയർത്തി പിടിച്ചുകൊണ്ട് ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ. ശാന്തമാണ് ധ്യാനത്തോടെ പാടിയാണ്.
ആമേൻ. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികൾ ആകും. കഴിഞ്ഞ 3 വർഷമായി 4 വർഷമായി ഓരോ വർഷവും ഓരോ തീം നമ്മുടെ പറയാറുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ തീം ആരെങ്കിലും പറയാൻ തയ്യാറുണ്ട്? അവിടെ ആരും പറയണ്ട. ഈ തറയിൽ നിൽക്കുന്ന ആളുകൾ ഇത്ര ആളുകൾക്ക് കഴിഞ്ഞ 2 വർഷത്തെ തീം പറഞ്ഞാൽ അങ്കിൾ ഒരു ഗിഫ്റ്റ് തരും. എഴുന്നേറ്റെന്ന് പറയണം. ഗിഫ്റ്റ് എൻ്റെ പോക്കറ്റിലുണ്ട്. ഈ ഇരിക്കുന്നവർ മാത്രം, ഈ തറയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങള്, ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ആർക്കും വെള്ളം പറയാം. കഴിഞ്ഞ 2 വർഷത്തെ തീം പറഞ്ഞാൽ നിങ്ങൾക്ക് തക്കതായ സമ്മാനം ഞാൻ ഇപ്പൊ തരും. എഴുതാൻ പോവുകയാണ്. അങ്കിൾ 1 2 3 5 വരെ എണ്ണുന്നതിനകത്ത് എഴുന്നേൽക്കുന്നവർക്ക് കിട്ടും, അല്ലെങ്കിൽ നിർത്താൻ പോവുകയാണ്. 1 2 യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ നല്ല കാലം വരുത്തും. എങ്കിലും ഒന്നെങ്കിലും പറയാൻ ധൈര്യപ്പെട്ടല്ലോ. അതിനാണ് സ്വന്തം പറയാം. എന്തോ ഗിഫ്റ്റ് നോക്കാം. എത്ര 500 രൂപയുണ്ട്. ഞാൻ പറയേണ്ട ഓർത്തിരിക്കണം. ഇത് നോക്കണേ, ഞാൻ അടുത്ത വർഷം ചോദിക്കുന്നു വിചാരിക്കണ്ട. കഴിഞ്ഞ വർഷത്തിന് അങ്ങേ വർഷത്തെ തീം ഞാൻ പറയാം. ദൈവത്തെ അറിയുന്നതായ ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. കഴിഞ്ഞ വർഷം യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ.